സുരക്ഷയും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന വിഷയത്തിൽ റോഡ് സുരക്ഷയും ലഹരി വിരുദ്ധതയും ആധാരമാക്കിയ ഒരു ബോധവൽക്കരണ ക്ലാസിന് വേണ്ടിയാണ്. ഒത്തിരിയേറെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്കിന്നിവിടെ ക്ലാസ് എടുക്കുവാനായി വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പം വിദ്യാലയത്തിലെ LKG മുതൽ +2 വരെ പഠിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളെ സുരക്ഷിതമായി എത്തിച്ച് വീടുകളിലേക്ക് മടക്കുന്നതുവരെ ശ്രദ്ധയോടെ സ്വന്തം മക്കളെ പോലെ കൊണ്ടുവരുന്നതിനാണ് ഇവിടെ ആയിരിക്കുന്ന ഈ സഹോദരങ്ങൾ ഓരോരുത്തരും എന്ന് എടുത്തു പറയുന്നതിൽ അഭിമാനമുണ്ട്. എങ്കിലും ഓരോ അധ്യയന വർഷത്തിലും ആരംഭത്തിൽ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുന്നത് ഏറെ ഫലപ്രദമാണ്. ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജനമൈത്രി പോലീസ് ബാബു സാറാണ്. പോലീസ് വകുപ്പ് വഴി നിരവധി സുരക്ഷാ പ്രവർത്തനങ്ങൾക്കും ജനബോധന പരിപാടികൾക്കും നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ബാബു സാർ. നമ്മെ എല്ലാവരെയും കൂടുതൽ ഉണർവോടെ ഉന്മേഷത്തോടെ വ്യാപരിക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരുന്നതിനായിട്ടാണ് സാർ ഇവിടെ ആഗതനായിരിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ബാബു സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ സ്വന്തമായി മുന്നേറുകയും ഏതൊരാവശ്യത്തിനും നിർലോഭം സഹായഹസ്തം എത്തിച്ചേരുകയും ചെയ്യുന്ന PTA പ്രസിഡന്റ് ശ്രീ ഈ വിദ്യാലയത്തിന്റെ അവിഭാജ്യ ഘടകമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇവിടെയായിരിക്കുന്ന എല്ലാ ഡ്രൈവർ സഹോദരങ്ങളെയും ഈ വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരെയും ഗവൺമെന്റ് പോളിസിയാണ് സ്കൂൾ തുറക്കുന്ന സമയത്ത് നിങ്ങളെ ഓരോരുത്തരും കാര്യങ്ങൾക്ക് എക്സ്പെർട്ടാണ്. നിങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരുമിച്ച് സീനിയറാണ്. അതൊരു വർഷം 2 വർഷം സീനിയറാണ്. അപ്പം അന്ന് മുതലുള്ള പരിചയമാണ്. അപ്പോൾ നിങ്ങളെല്ലാം വളരെ സുരക്ഷിതമായിട്ടാണ് ഓടിക്കുന്നതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇതുവരെയുള്ള അവയർനെസ് ക്ലാസ്സുകളും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നത്. നമുക്കറിയാം, നമ്മൾ സച്ചിൻ്റെ മറ്റേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വേറൊരു മത്സരത്തിന് പോകുമ്പോൾ 2 ദിവസം പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഞാനും വിചാരിക്കുക, പക്ഷേ ഇവരെല്ലാം ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്ത ആളുകളാണല്ലോ, എന്തിനാണ് ഈ ടെസ്റ്റിന് മുമ്പ് 1 ദിവസം പ്രാക്ടീസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും അല്ലെങ്കിൽ മനസ്സും ഒന്ന് ഫിറ്റാക്കുന്നതാണ് അതിൻ്റെ ഉദ്ദേശം. എന്നുവെച്ചാൽ നമുക്ക് എല്ലാ എക്സ്പെർട്ടാണ്. നിറച്ച സ്കൂളിൽ ഒരു സ്കൂൾ വണ്ടി അപകടത്തിൽപ്പെട്ട് ഒരു 5-6 കുട്ടികൾ മരിച്ചാൽ വലിയ വിഷയം വരും. ഈ സംസ്ഥാനത്ത് തന്നെ നമുക്കറിയാം, 7 പേര് ഇവിടെ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടൂറിസ്റ്റ് ബസ് ഇടിച്ചിട്ട് 7 കുട്ടികൾ മരിച്ചു, 7-8 പേര് മരിച്ചു. അന്ന് കേരള സംസ്ഥാനം മുഴുവൻ നമ്മുടെ വടക്കൻ ജില്ല